നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സുലൂക്കിലേക്കാട്ടാ. അതായത് സിക്കിമിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹെയർ പിൻസിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബാബ മന്ദിറിന് നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ദ വേ ഉള്ള കാഴ്ചകളാട്ടോ. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. പണ്ട് മുതലേ ഒരുപാട് ഞാൻ ഫോട്ടോസ് കണ്ടിട്ട് അവിടെ വന്ന് കാണണമെന്ന് കൊതിച്ചൊരു സ്ഥലമാട്ടോ. അതുകൊണ്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഈ ഒരു കോടമഞ്ഞിൽ നമുക്ക് വ്യൂ കിട്ടുമെന്നൊന്നും എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ എന്തായാലും ഞാനത് കണ്ടിട്ടേ പോകും കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു ലേലം പോകുന്ന ഒരു ഫീൽ ഉണ്ട് ചെറുങ്ങനെ. പുറത്തിറങ്ങുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. ചില ഏരിയയിൽ നല്ല പീക്ക് തണുപ്പുണ്ട്. എന്തായാലും രാത്രി ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ടെമ്പറേച്ചർ എന്തായാലും താഴാൻ ചാൻസ് ഉണ്ട്. നോക്കാം നമുക്ക്. ഇപ്പൊ തന്നെ എനിക്കൊന്നൊരു 10-11 ഉണ്ടാവുള്ളൂ. അത്യാവശ്യം തണുപ്പുണ്ട്. വണ്ടി തന്നെ ഒറ്റ കട്ടയാണ് കേട്ടോ ടെമ്പറേച്ചർ. വണ്ടി പോലും ചൂടാകുന്നില്ല. അതാണ് അവസ്ഥ. നമ്മൾ പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നോക്കാം. ഇന്ന് 2 മലയാളീസിനെ കണ്ടുമുട്ടി കേട്ടോ. പിന്നെ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്, ഒരാള് നമ്മളെ പാലയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് വന്നതാണ്, ഒരാള് ഹിമാലയനും, മറ്റേ ആള് ജിക്സറാന്ന് തോന്നുന്നു. ജിക്സറോ CBR അല്ലെ ഏതായിരുന്നു വണ്ടി, CBR ആണെന്ന് തോന്നുന്നു. അതെ. പിന്നെ അപ്പൊ 2 പേരെ കണ്ടിരുന്നു. പേര് ഞാൻ മറന്നു കേട്ടോ. ജസ്റ്റ് പരിചയപ്പെട്ടേ ഉള്ളൂ. ഒന്നിച്ച് പോവാന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ കണ്ടില്ല, ആളെ കണ്ടില്ല, എവിടെയും കണ്ടില്ല. അവളെ എവിടെയും നിർത്താണ്ട് പോയോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോ നോക്കാം. സുലൂക്കിൽ സ്റ്റേ അടിക്കുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കണ്ട സമയത്ത്. അവിടെ നിന്ന് കാണുകയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടാം. എന്തായാലും നോക്കാം നമുക്ക്. നമ്മളിങ്ങനെ പോന്നേ അടിപൊളി. എന്നിട്ടുണ്ടോ അണെന്നാ പറയാനില്ല നോർത്ത് ഈസ്റ്റിനെ പറ്റിയിട്ട്. ഹിമാലയൻ റേഞ്ച് ഇതാ വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു മലയാളീനെ കണ്ടു കിട്ടിയട്ടോ. ഞാൻ പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്കാണ് ആളെ കണ്ടു കിട്ടി. ഇതാണ് ആള്. ഹായ്. ഡീറ്റെയിൽസ് ഒന്നും അറിയോ? എൻ്റെ പേര് വിമൽ. കോട്ടയം പാലായെന്ന് വരുന്നു. ഓക്കെ. എത്ര തന്നെ ഓൾ ഇന്ത്യ റൈഡ് ഇത്രയും സമയമൊന്നും ഇല്ല, 3 മാസം കൊണ്ട്. ഓക്കെ. നമ്മള് വർക്ക് ചെയ്ത് പോകുന്നോണ്ടാ ഇത്ര സമയം എടുത്തേട്ടോ ആള്. നമ്മൾക്ക് വർക്ക് ഉപേക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ എണ്ണടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ആള് ഹിമാലയം കൊണ്ടുവന്നു കേട്ടോ. പുതിയൊരു ഹിമാലയനാണ്. മറ്റവൻ എവിടെ പോയാവോ? നമ്മള് സുലൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സുലൂക്കിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ വ്യൂ പോയിന്റ് അടുത്ത് ജസ്റ്റ് ഒന്ന് ചവിട്ടിയാ. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി. അങ്ങനെ ഇതാ നമ്മൾ സുലൂക്കിൻ്റെ ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വിസിബിലിറ്റി അത്ര പോരാട്ടാ. അത്യാവശ്യം കോടമഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടും. കാരണം ഇവിടുത്തെ ആർമി ഓഫീസേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർമിക്കാർ പറഞ്ഞു വെച്ചാൽ രാവിലെ ഒരു 9 മണി വരെ മാക്സിമം ഒരു ക്ലിയർ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫോഗി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും താഴെ വരെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോയിട്ട് അവിടെ കിടന്നുറങ്ങാം. എന്നിട്ട് ഇതേപോലെ തിരിച്ച് കയറി വരണം കേട്ടോ. ടോട്ടൽ 15 കിലോമീറ്ററാണ് ഹെയർ പിൻ ഉള്ളത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഇറങ്ങിപ്പോകണം കേട്ടോ. അങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളാട്ടോ. ഇതിപ്പം പെട്ടെന്ന് നമുക്ക് രാത്രിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതാ ഫുള്ള് ഇരുട്ടാണ്. പിന്നെ റോഡൊന്നും തീരെ എന്താ പറയുക, വിസിബിലിറ്റി വളരെ കുറവാണ്. നമ്മളിപ്പോൾ എത്ര എക്സ്ട്രാ ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഫോഗ് ഉണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര മൂടലായിരിക്കും. ഒന്നാമത് ചെറിയ റോഡാണ്, വളരെ ചെറിയ റോഡാണ്. പിന്നെ ഇടയ്ക്ക് മറ്റേ ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വളവുമാണ്. നോക്കിയും കണ്ടും പോകണം. അതുപോലെയുള്ള ബ്രിഡ്ജസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഓരോന്ന് വന്ന് ഓരോ ബ്രിഡ്ജൊക്കെ വരിക. അപ്പോൾ നോക്കിയും കണ്ടും പയ്യെ വേണം രാത്രി പോകാൻ. എന്തായാലും പയ്യെ ഇറങ്ങി പോവാം. അങ്ങനെ രാത്രി നമ്മൾ താഴെ കിടന്നിറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റിട്ട് പിന്നെ പോവാണ്. നമ്മൾ ഇന്നലെ ഫസ്റ്റ് ഷൂട്ട് ചെയ്ത മെയിൻ ലൊക്കേഷനിലേക്ക് മുകളിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഒരു 15 കിലോമീറ്റർ നമുക്ക് പിന്നെ ഈ ഹെയർ പിന്ന് കയറി പോകണം കേട്ടോ. പക്ഷെ പോകുന്ന വഴി എന്താ പറയുക, വർത്താണ്. അതുകൊണ്ട് ഞാൻ പോവാണ്. എന്തോ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മലനിരകൾ നോക്കി ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചെറിയ വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ ഉണ്ട്.
ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേന് മൂടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്തിന് മാക്സിമം നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് ആസ്വദിച്ച് വേണം പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നാളെ കുറച്ച് ക്ലിയർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു രാത്രി കൂടെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. എന്തായാലും ഒരു അടിപൊളി കാഴ്ചകളാണ്. സുലൂക്ക് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമുക്കിങ്ങനെ മേളേക്ക് കാരണം കേട്ടാ, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഇറങ്ങിയ വഴികളാണ്. ആ ഒരു ഹെയർ പിന്നില്ല, ഈ ഹെയർ പിൻ തന്നെ കേട്ടോ ഇത്. ഹെയർ പിൻ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുവാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഒന്ന് നല്ലൊരു വ്യൂ കിട്ടും, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. വ്യൂ എല്ലാം അടിപൊളി വ്യൂ ആണ്. പോകുന്ന വഴിയിലാണെങ്കിലും അടിപൊളി വ്യൂ ആണ് താഴോട്ടൊക്കെ. അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ സുലൂക്കിൽ നമ്മുടെ ഹെയർ പിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ വന്നിട്ടുള്ളത്. അടിപൊളി കേട്ടോ. നമ്മൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകട്ടോ. വണ്ടി കൂടെ വെച്ചിട്ടുണ്ട്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും. ഇതാ ഹെയർ പിൻ്റെ ബെൻഡുകൾ കാണാൻ പറ്റും. ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ചെറിയ നമുക്ക് നിന്ന് കാണാൻ പറ്റിയൊരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓണ്ടർ വരുന്ന വഴിക്കാൻ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളി ഒരു സ്ഥലമാണ്. സിക്കിമിലെ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റും. അടിപൊളി കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് വ്യൂ പോയിന്റ്. സുലൂക്കിലെ ഹെയർ പിൻസ് 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 15 കിലോമീറ്റർ ഫുള്ള് ഹെയർ പിന്നാണ്. അത് നല്ല രസമാണ്. എല്ലാ ദിവസവും ഒന്ന് കാണാൻ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഫുള്ള് ക്ലൗഡി ആയിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ ഇറങ്ങിപ്പോയ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ക്ലൗഡി ആയിരുന്നു. ഇന്ന് രാവിലെ എന്തോ ഭാഗ്യമുണ്ട്, ഫുള്ള് ക്ലിയറാണ്. ഒരു 10 മണി വരെ ക്ലിയർ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മൂടും കേട്ടോ. പിന്നെ മഴയൊക്കെ തുടങ്ങും. എന്തായാലും ഒരു അടിപൊളി സ്പോട്ട് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കാഞ്ചൻജംഗയുടെ ചെറിയൊരു നിങ്ങൾക്ക് മഞ്ഞുമല കാണാൻ പറ്റും. ആ വ്യൂ പോയിന്റിലേക്ക് നമ്മളൊന്ന് പോകുന്നുണ്ട്, കിട്ടുമെന്നറിയില്ല, നോക്കാം. ഒരുപാട് സന്തോഷമായിട്ടാണ്. കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കാണുമ്പോണ്ടല്ലോ, ഭയങ്കര സന്തോഷം. എനിക്കെന്ത് ഇത് കണ്ടിട്ട് ഇതിൻ്റെ കാഴ്ചകൾ നല്ല രസമുണ്ട് കാണാൻ. ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഇത്ര വിചാരിച്ചില്ല. രാത്രി ഫുള്ള് മൂടിക്കിടക്കുന്നുണ്ട്, ഭയങ്കര കോടയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. മലകളൊക്കെ എന്ത് രസം കാണാൻ, അയ്യോ ഒരു രക്ഷയില്ല. എന്തായാലും ബിആറൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലെ ഒരു റോഡൊക്കെ ഉണ്ടാക്കി കേട്ടോ, ഒന്നും പറയാനില്ല. എന്താ വണ്ടിക്കും മുത്താണ് മോനെ മുത്ത്. നമ്മൾ എവിടെയൊക്കെയാണ് കൊണ്ടുപോയത്. ഞാൻ ഇന്നലെ രാത്രി ഇതിൽ കയറിയിട്ട് അങ്ങനെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി രാവിലെ ഒരു ഹോപ്പ് എപ്പോഴും വെക്കുന്നത് നല്ലതാണല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നല്ല വ്യൂ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ എന്തായാലും അവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ കിടന്നുറങ്ങി. ഇവിടെ ഒരു ആർമി ക്യാമ്പിൻ്റെ സൈഡിൽ തന്നെ കിടന്നുറങ്ങിയത്. അപ്പോൾ പിന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എന്തായിരിക്കും വ്യൂ എന്നുള്ളത് ഒരു എന്താ പറയുക പ്രഡിക്ഷൻ ഇല്ലായിരുന്നു. എന്തായാലും ഒരു ഹോപ്പ് വെച്ചു, എന്തായാലും കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും നന്നായി, നല്ലൊരു വ്യൂ കിട്ടിയേട്ടാ. എന്തായാലും അങ്ങനെ സിക്കിമിലെ മെയിൻ സുലൂക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആസാം സൈഡിലേക്കൊക്കെ പോവാം. ഞാൻ എന്തായാലും നേരെ സിലിഗുരി പോവും. സിലിഗുരി പോയിട്ട് പിന്നെ വണ്ടിക്ക് ചെറിയൊരു പുകയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കണം, പമ്പിൻ്റെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. പിന്നെ റേഡിയേറ്റർ ഒന്ന് ക്ലീൻ ആക്കണം. ഒരു പ്രാവശ്യം ഓവർ ഹീറ്റ് കാണിച്ചു, അപ്പോൾ അതൊന്ന് റെഡി ആക്കണം. അങ്ങനെ ചില പരിപാടി. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് നമ്മൾ നേരെ ആസാം പിടിക്കാനാണ് പരിപാടി കേട്ടോ. എന്തായാലും നോക്കാം, വഴിയിലെ വിശേഷങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് കുറേ റീല് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരുമില്ല, ഓപ്പണൊന്നും ചെയ്തിട്ടില്ല, ആരുമില്ല കേട്ടോ. കുറേ മിലിറ്ററി ഏരിയ ആണ്, ഇത് ഫുൾ ആർമി ഏരിയ ആണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, ഇവിടുത്തെ ലോക്കൽസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ മുമ്പിലൊരു പോയിന്റ് ഉണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്, സൺറൈസ് വ്യൂ പോയിന്റ്. നമ്മൾ ഇന്നലെ വരുമ്പോൾ നോക്കിയതാണ്, ഇന്നലെ വരുമ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് തിരിച്ച് കയറി പോവാണ്. ഈ കാണുന്ന റോഡിലെല്ലാം തിരിച്ച് വളഞ്ഞ് കയറി പോകണം കേട്ടോ. ചിലപ്പോൾ നല്ലൊരു വ്യൂ കിട്ടും, ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ചെറുങ്ങനെ നമുക്ക് കാഞ്ചൻജംഗയുടെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്.
ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. എന്തായാലും നോക്കാം. റോഡുകളൊക്കെ നോക്കി, സ്കൈയെല്ലാം നോക്കി, എന്ത് രസമാണ്. സ്വർഗത്തിലേക്കുള്ള പാത, ഇടുങ്ങിയതും മറ്റേതുമാന്ന് പറഞ്ഞവരാണ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഏകദേശം വ്യൂ പോയിന്റ് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കയറി ഒരു 15 കിലോമീറ്റർ എയർപിന്നും പിന്നെ 4-5 കിലോമീറ്റർ അല്ലാണ്ട് കയറിയിട്ടുണ്ടോ, എല്ലാം കൂടി അത്യാവശ്യം 10 കിലോമീറ്റർ കയറി. ഇനിയിപ്പോൾ വ്യൂ പോയിന്റ് ഒന്ന് പല്ലെല്ലാം തേച്ച് വ്യൂ എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഇതേ റൂട്ട് ഇറങ്ങിപ്പോകണം. സുലൂക്ക് നേരെ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ നേരെ സിലിഗുരി ഭാഗത്തേക്കാണ് പോകുന്നത്. സിലിഗുരി പോയിട്ട് വണ്ടിക്ക് കുറച്ചൊന്ന് സർവീസെല്ലാം ചെയ്യാണ്ട്, അതെല്ലാം ചെയ്ത് നമുക്ക് ആസാം പിടിക്കാം. പിന്നെ ഡക്കാത്തിലുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപ്പ് 17 റോഡ് മാറിയിട്ടാ. റോഡ് നല്ല റോഡായി. ശരിക്കും ഓഫ് സീസണിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ഇതാട്ടാ, തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് തണുപ്പ് കൂടുതലാണ്, പിന്നെ കുറച്ച് റിസ്ക്കും കൂടുതലാണ്. മഴ, ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള കേട്ടാ. പീസ്ഫുൾ ആയിരിക്കും. അതെ, വേറെ കച്ചവടമൊന്നുമില്ല. ആകെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരും അവരുടെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരുമില്ല. നമ്മൾ ഇന്നലെ 2 മലയാളീസിനാണ് ആകെ കണ്ടത്. അതായത് ഗാങ്ടോക്കിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടത് ആകെ അവരാണ്. ആൾക്കാരെല്ലാം വളരെ കുറവാണ്. ഇങ്ങോട്ടൊന്നും വേറെ വണ്ടി വരില്ല. അപ്പോൾ ഇതിനൊരു ഭംഗിയുണ്ട്. വന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഭംഗിയും കൂടെ ആസ്വദിക്കാം. അങ്ങനെ ഇതാ നമ്മൾ വ്യൂ പോയിന്റ് എത്തി. ഇതൊരു സൺറൈസ് വ്യൂ പോയിന്റ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുന്ന് മറ്റേ കാഞ്ചൻജംഗയുടെ ഒക്കെ നല്ലൊരു വ്യൂ കിട്ടും എന്നാണ് പറയപ്പെടുന്നതെന്നല്ല, കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മഞ്ഞുമലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ വലിയ ക്ലിയർ ഇല്ല. ക്ലൈമറ്റ് ഭയങ്കര, ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ക്ലൈമറ്റ് ഭയങ്കര, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല വ്യൂ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. പക്ഷേ ഈ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസമാണ് നോക്കി. അണ്ണൻ ഇതാ നടന്നതാ വ്യൂ പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ല കാണാൻ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം. ഇല്ല, ഇറങ്ങി പോകാനൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽസ് ഇറങ്ങി പോകുന്ന സ്ഥലമാണ് കേട്ടോ. അല്ലാണ്ട് വേറെ അത്യാവശ്യം വലിയ വഴിയൊന്നുമല്ല. ഇതിലേ മണ്ണിൽ കൂടി ഇറങ്ങി പോകണം. ഓ, എന്ത് രസമാണ് നോക്കി. ഒരു കച്ചറിയില്ല, അടിപൊളി. ഹിമാലയൻ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. പിന്നെ വേറെ കച്ചറ കാര്യങ്ങളൊന്നുമില്ല. അട്ടയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് പോയി നോക്കാം. ഗ്രീനറിയാണ് മെയിൻ കേട്ടോ. ഓ, എന്ത് രസമാണ് കാണാൻ. ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പക്ഷേ ക്യാമ്പ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല, ആർമിക്കാർ ഓടിക്കും. അണ്ണൻ ഇവിടെ കാട്ടിലെ സ്ട്രോബെറി എല്ലാം പഠിച്ചു നിന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അത് അപ്പുറത്തുണ്ട്, ആ അപ്പുറത്തതാ ആടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ കുറേ തിന്നതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്രക്കിങ്ങിനെല്ലാം പോകുമ്പോൾ അധികം പറിച്ച് തിന്നലുണ്ട്. അതൊരു വിഷമൊന്നും ഇല്ലാത്ത സാധനമാണ്, നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്. വണ്ടിയുടെ ഒരു ലോങ് ഷോട്ട്, ഓ പൊളി ഇതായിരിക്കുന്നു.
ഇതാണ് നമ്മളെ വഴി കേട്ടോ. വഴിയൊന്നുമില്ല, ഇതിലെ കൂടെ ഇങ്ങനെ ഇടിഞ്ഞു വീണ സ്ഥലമാണ്, അതിലെ കൂടെയൊക്കെ കയറി പോകണം. കുഴപ്പമില്ല, വഴി എങ്ങനെയായാലും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് അടിയില ഒരു കിടില സാധനമായതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, റോഡിൻ്റെ അപ്പുറത്തേക്ക് വേറെ വ്യൂ കേട്ടാ. മലയല്ലേ, മലയുണ്ട്, ഒരു തിക്ക് മല. ഇതാണ് റോഡിൻ്റെ ഓപ്പോസിറ്റിലെ വ്യൂ കേട്ടോ. എവിടെ നോക്കിയാലും വ്യൂ ആണ്, അടിപൊളിയാണ്. ഞാനാണെങ്കിൽ രാവിലെ പല്ലിയാക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ പല്ലി വെച്ചില്ല, മറന്നുപോയി. എന്നാൽ സ്ട്രോബെറി എല്ലാം പറിച്ച് തിന്നോ രാവിലെ. പോവാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ഇതാ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒടുക്കത്തെ വ്യൂ വരുന്നുണ്ട്. കോടയുള്ളത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. നൈസ്. അങ്ങനെ നമ്മള് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കണ്ടു, സുലൂക്കെല്ലാം കണ്ട് തിരിച്ച് നേരെ നമ്മള് സിലിഗുരിയിലേക്കാ പോകുന്ന കേട്ടോ. തിരിച്ച് വെസ്റ്റ് ബംഗാൾ കയറി അവിടുന്ന് വേണം ആസാമിലേക്കുള്ള റൂട്ട് പിടിക്കാന്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. സിക്കിം വരുമെങ്കിൽ സുലൂക്ക് മിസ്സാക്കരുത്. സുലൂക്ക് സൈഡ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ലൊരു എന്താ പറയാ, രാവിലെയൊക്കെ വന്നിട്ട് ഒരു 10 മണി വരെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന പറഞ്ഞത് ആർമിക്കാർ. അപ്പോൾ ഇതിപ്പോൾ സമയം 10 മണി ആയില്ല, പക്ഷെ അതിന് മുന്നേ മൂടി തുടങ്ങി, ഫുള്ള് മൂടി തുടങ്ങി. നമ്മൾ രാവിലെ വരുമ്പോൾ എന്തോ ആയത്തിന് അത് വ്യൂ കിട്ടി. ഇപ്പോൾ ഫുള്ള് കോടയാട്ടോ. രാവിലെ കയറി പോകുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഫുള്ള് മൂടി. മിലിറ്ററിക്കാർ പറഞ്ഞ സത്യമാണ്, 10 മണിക്ക് അപ്പുറം പോകില്ല, അന്നത്തേക്ക് എല്ലാം മൂടും കേട്ടോ. ഇപ്പൊ ഹെയർ പിന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. കറക്റ്റ് സമയത്താണ് വന്ന കേട്ടോ, അതുകൊണ്ട് എല്ലാം സെറ്റായി. അങ്ങനെ ഇതാ സുലൂക്കിനോട് വിട പറയുകയാണ്. സുലൂക്ക് 11 കിലോമീറ്റർ, നേരെ 11 കിലോമീറ്റർ താഴേക്ക് ഉണ്ടെന്ന് ഇറങ്ങിപ്പോവാൻ. നമ്മൾ ഈ ചുരത്തിൻ്റെ പകുതിയിലാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ താഴോട്ടിറങ്ങിയിട്ട് നേരെ നമ്മൾ സിലിഗുരി സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ പോയി വണ്ടീൻ്റെ ബാക്കി മെയിൻ്റനൻസ് പരിപാടി സർവീസൊക്കെ തീർത്തിട്ട് നേരെ ആസാം കേട്ടോ. അതാണ് പ്ലാന്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് ഫോട്ടോ കേട്ടോ. എന്തായാലും സിക്കിമിൽ വരുന്നുണ്ടെങ്കിൽ സുലൂക്ക് വഴി പോവാം, നാഥുല വന്നിട്ട് സുലൂക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗൈൻ. ബൈ.